നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. നമ്മുടെ ഗ്രേറ്റിംഗ് ആണ്. ഗ്രേറ്റിംഗ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഗ്രേറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. വൈവയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ഗ്രേറ്റിങ്ങിനെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റിംഗ് ഈസ് ആക്ച്വലി ആൻ ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് വിച്ച് ഈസ് റൂൾഡ് പാരലലി ബൈ യൂസിങ് എ ഡയമണ്ട് പോയിൻറ്റ്. എ ലാർജ് നമ്പർ ഓഫ് ഇക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസ് ആർ ഡ്രോൺ യൂസിങ് എ ഡയമണ്ട് പോയിൻറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് അറൗണ്ട് 6 lakhs ഓഫ് ലൈൻസ് ആയിരിക്കും നമ്മൾ 1 മീറ്ററിൽ. ആ ഒരു കണക്കിലാണ് നമ്മൾ ഇത് ഒരു ചെറിയ ഗ്രേറ്റിങ്ങിൽ നമ്മൾ റൂൾ ചെയ്യുന്നത്, വരയ്ക്കുന്നത്. ഡയമണ്ട് പോയിൻ്റ് യൂസ് ചെയ്ത് പാരലലായിട്ടുള്ള ലൈൻസ് വരയ്ക്കും. അപ്പോൾ അതെല്ലാം ഓരോ സ്ലിറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എൻ സ്ലിറ്റ്സിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. അതായത് എൻ സ്ലിറ്റ്സിൽ പറയുന്ന പോലെ അത് ഓരോ ഈ ലൈൻസും ഓരോ സ്ലിറ്റായിട്ട് ആക്ട് ചെയ്ത് അതിൽ കൂടെ ഡിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ വി വിൽ ഗെറ്റ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇതേ ഗ്രേറ്റിംഗ് ഇപ്പോൾ ഇങ്ങനെ ഡയമണ്ട് പോയിന്റ് യൂസ് ചെയ്ത് ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് വരച്ചുണ്ടാക്കുക എന്ന് പറയുമ്പോൾ കോസ്റ്റ്ലി ആവും. പകരം നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു ഗ്രേറ്റിങ്ങിൻ്റെ പുറത്ത് കൊളോഡിയോൺ എന്ന് പറയുന്ന സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ അതേ സ്ലിറ്റിൻ്റെ അതേ ഒരു സ്ഥലത്ത് ഹോള് വരത്തക്ക രീതിയിൽ ഇത് ഉണങ്ങിക്കിട്ടും. ആ ഒരു കൊളോഡിയോൺ സൊല്യൂഷൻ കട്ടിയായി കിട്ടുന്ന സംഗതി ഒരു റെപ്ലിക്ക ഗ്രേറ്റിംഗ് ആയിട്ട്, അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗ്രേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു ഗ്ലാസ് പ്ലേറ്റിലെ ഗ്രേറ്റിങ്ങിൽ നിന്ന് തന്നെ ഒരുപാട് റെപ്ലിക്കാസ് ഉണ്ടാക്കാൻ കഴിയും. ഇനി അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എൻ സ്ലിറ്റ്സ് വഴിയുള്ള ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ സെയിം തന്നെയാണ്. വി ഹാവ് A+B sin θ is equal to n lambda. സോ നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വി ആർ ടേക്കിംഗ് ക്യാപിറ്റൽ N as a number of lines per unit length. അങ്ങനെയാണെങ്കിൽ A+B ആയിരിക്കും 1/n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ A+Bക്ക് പകരം 1/N എന്ന് കൊടുക്കാം. സോ sin θ/N is equal to n lambda or sin θ is equal to n lambda എന്ന് കിട്ടും. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസിങ് ഗ്രേറ്റിംഗ് SA ആണ്. സോ അത് നമ്മുടെ ആ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ പറയുന്നത് ഗ്രേറ്റിങ്ങിൻ്റെ. സോ ആദ്യം കൊളിമേറ്ററും ടെലിസ്കോപ്പും എല്ലാം സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുവരണം. ടെലിസ്കോപ്പ് ആദ്യം ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ടെലിസ്കോപ്പിനെ 90 ഡിഗ്രി തിരിക്കുന്നു. 90 ഡിഗ്രി തിരിച്ച ശേഷം ഗ്രേറ്റിംഗ് മൗണ്ട് ചെയ്യുന്നു. ഗ്രേറ്റിംഗ് തിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഈ കൊളിമേറ്ററിൽ നിന്നുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജ് ഇവിടെ കിട്ടും. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി 45 ഡിഗ്രി. അതിൻ്റെ കൂടെ ഒരു 45 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്ത് വെർനിയർ ടേബിൾ തിരിക്കുമ്പോഴേക്കും ദിസ് ഗ്രേറ്റിംഗ് വിൽ ബിക്കം നോർമലി അറേഞ്ച്ഡ്. അപ്പോൾ നോർമൽ ഇൻസിഡൻസ് ആവും. അപ്പോൾ എന്നിട്ട് ഈ ടെലിസ്കോപ്പ് ഇവിടെ കൊണ്ടുവന്ന് രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഡിഫ്രാക്റ്റഡ് റേസിൻ്റെ പല ഓർഡറിലുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ക്യാപിറ്റൽ N നമുക്കറിയാമെങ്കിൽ, ഓർഡർ നമുക്കറിയാമെങ്കിൽ ഓരോന്നിൻ്റെയും തീറ്റ എടുത്ത ശേഷം നമ്മൾ കറസ്പോണ്ടിങ് ലാംഡ കണ്ടുപിടിക്കും. അതാണ് ഇക്വേഷൻ, അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമുക്ക് നോൺ ലാംഡ യൂസ് ചെയ്ത് ക്യാപിറ്റൽ Nഉം കണ്ടുപിടിക്കാം. ദെൻ അതുപോലെ ആബ്സെൻറ്റ് സ്പെക്ട്ര ഏതൊക്കെയാണെന്നും മിസ്സിംഗ് ഓർഡേഴ്സ് നേരത്തെ നോക്കിയതുപോലെ നോക്കാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് പഠിക്കാനില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിസം സ്പെക്ട്ര ആൻഡ് ഗ്രേറ്റിംഗ് സ്പെക്ട്ര. പ്രിസം സ്പെക്ട്രവും ഗ്രേറ്റിംഗ് സ്പെക്ട്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പ്രിസം സ്പെക്ട്രം എന്ന് പറയുന്നത് ഡിസ്പേർഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. ഗ്രേറ്റിംഗ് സ്പെക്ട്ര എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് പ്രിസം സ്പെക്ട്രത്തിൽ ഒരേ ഒരു ഓർഡറിലുള്ള അല്ലെങ്കിൽ ഒരേ ഒരു സ്പെക്ട്രം മാത്രമേ കാണുകയുള്ളൂ. ഗ്രേറ്റിംഗ് സ്പെക്ട്രത്തിലാണെങ്കിൽ പല ഓർഡറിലുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണും. ഇനി പ്രിസം സ്പെക്ട്രം ഈസ് ഹൈലി ബ്രൈറ്റ്. ഒറ്റ സ്പെക്ട്രം ആയതുകൊണ്ട് ഹൈലി ബ്രൈറ്റ് ആയിരിക്കും. നമ്മുടെ ഗ്രേറ്റിംഗ് സ്പെക്ട്രം അല്പം ഡിമ്മായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രിസം സ്പെക്ട്ര വിൽ ഡിപ്പെൻഡ് ഓൺ ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം, ബട്ട് ഗ്രേറ്റിംഗ് സ്പെക്ട്രം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മെറ്റീരിയൽ ഓഫ് ദി ഗ്രേറ്റിംഗ്. അടുത്ത ഒന്നെന്ന് പറഞ്ഞാൽ പ്രിസം ഡീവിയേഷൻ ഈസ് ലീസ് ഫോർ റെഡ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഫോർ വയലറ്റ്. പക്ഷേ ഗ്രേറ്റിങ്ങിൽ ഡീവിയേഷൻ ഈസ് ലീസ് ഫോർ വയലറ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഫോർ റെഡ്. അതുപോലെ ഡിസ്പേർഷൻ d⁻d⁴ ഈസ് പ്രപ്പോർഷണൽ ടു 1/λ³ എന്നാണ്. പക്ഷേ ഗ്രേറ്റിങ്ങിൽ d⁻d⁴ ഈസ് ഈക്വൽ ടു nn/cos θ എന്നാണ്. സോ ലാംഡ ഇവിടെ ഓരോ ഈ ഡീവിയേഷൻ അനുസരിച്ചാണ് ഡിസ്പേഴ്സീവ് പവർ ചേഞ്ച് ആവുന്നത്. സോ ഡിസ്പേർഷൻ ഇൻ ദി റെഡ് റീജിയൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ദി വയലറ്റ് റീജിയൻ. നെക്സ്റ്റ് വൺ റിസോൾവിംഗ് പവർ ഓഫ് പ്രിസം ഈസ് സ്മോൾ ബട്ട് ദാറ്റ് ഓഫ് ഗ്രേറ്റിംഗ് ഈസ് ലാർജ്.
എന്താണ് റിസോൾവിങ് പവർ എന്ന് നമ്മൾ ഇനി പഠിക്കും. ഇതിൻ്റെ 2-3 പ്രോബ്ലംസ് ഉണ്ട്. വാല്യൂസ് എല്ലാം തന്നിട്ട് ലാംഡ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതാണ് ആദ്യത്തെ. അടുത്ത സ്പ്രെഡ് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് അടുത്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഫോർത്ത് ഓർഡർ വിൽ ഓവർലാപ്പ് വിത്ത് തേർഡ് ഓർഡർ, അതായത് n1 λ1 = n2 λ2 ഇട്ടിട്ട് കണ്ടുപിടിക്കുന്നതായിട്ട്. നെക്സ്റ്റ് d(θ/d λ) = nn cos θ, അതിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ. d λ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സീവ് പവറിൻ്റെ ഇക്വേഷനാണ്. എങ്ങനെയാണ് ഡിസ്പേഴ്സീവ് പവർ കണ്ടുപിടിക്കുന്നത്? ഡിസ്പേഴ്സീവ് പവർ ഇസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ വിത്ത് വേവ് ലെങ്ത്. അതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാം. ഈ ഇക്വേഷൻ ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a + b cos θ dθ/d λ = n. therefore dθ/d λ = n/a + b cos θ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ a + b എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കൊടുക്കുക, ക്യാപിറ്റൽ N 1/N എന്ന് കൊടുക്കാൻ പറ്റും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് nn/cos θ എന്ന് കിട്ടും. ദിസ് ഈസ് ദി ഡിസ്പേഴ്സീവ് പവർ ഓഫ് എ ഗ്രേറ്റിംഗ്.